ഹായ് ഓൾ, CBSE അക്കാദമിക് ഇയറിലെ 10th എല്ലാ സബ്ജക്റ്റിൻ്റെയും പുതിയ എക്സാം പാറ്റേൺ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യലും കുറച്ച് ചേഞ്ചസോ കാണുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. സോഷ്യലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് 16 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ MCQ മാത്രം എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. MCQ ഉണ്ടാവാൻ ഡെഫിനറ്റ്ലി. MCQ കൂടാതെ അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട്. അതുപോലെ ചൂസ് ദി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ടേബിൾ വന്നിട്ട് അതിൽ നിന്ന് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്രാവശ്യം കുറവ് മാത്രമേ കാണുന്നുള്ളൂ. ഓൺലി 1 question ആസ് അസർഷൻ ആൻഡ് റീസൺ. Okay, so anyhow, first 16 questions are objective type. ചില സമയത്ത് 20 ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഈ വർഷം അത് 16 മാത്രമാണ് കാണുന്നത്. ഇനി അടുത്ത 70 into 22, അത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ 18 മാർക്ക്. ഇതൊന്നും അത്ര വലിയൊരു ചേഞ്ച് അല്ല. നമുക്ക് മെയിൻ ചേഞ്ച് കാണുന്നത് സെക്ഷൻ സിയിലാണ്. നമുക്ക് ഇതുവരെ ഉണ്ടാവാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇത് പൊതുവേ ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വർഷം നമുക്ക് അങ്ങനെ ചേഞ്ച് കാണുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 23 to 26 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 16 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി 27 to 31 5 മാർക്ക് ക്വസ്റ്റ്യൻ. 5 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ്, 3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെ 16 ക്വസ്റ്റ്യൻസ്. ഇനി മാപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പല വർഷവും പല രീതിയിലാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരാറുള്ളത്, ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും. ഈ വർഷം വന്നിട്ടുള്ളത് ഹിസ്റ്ററി 2 മാർക്ക്, ഹിസ്റ്ററി 2 മാർക്കും അതുപോലെ ജോഗ്രഫി 3 മാർക്കും. ടോട്ടൽ 5 മാർക്ക് തന്നെയാണ് വരുന്നത്. ഹിസ്റ്ററി 2 ആൻഡ് ജോഗ്രഫി 3. ഇനി നമുക്ക് മറ്റൊരു ചേഞ്ച് കൊടുത്ത് കാണുന്നത്, നമുക്കറിയാം കഴിഞ്ഞ 1-2 വർഷമൊക്കെ ആയിട്ട് ഹിസ്റ്ററിക്ക് പുറമേ മറ്റു സബ്ജക്റ്റിലും ഇന്റേണൽ ചോയ്സ് തരാറുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യന് 2-3 ഓപ്ഷൻസ് തരാറുണ്ട്, 1-2 ഓപ്ഷൻസ് കാണാറുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഓപ്ഷൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതിൽ കാണിച്ചിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ 8. ഇൻ അഡീഷൻ ടു ദി ഇൻസ്ട്രക്ഷൻ 7, there is no overall choice in the question paper. However, an internal choice has been provided in few questions. Only one of the choices in such questions have to be attempted. അപ്പോൾ പൊതുവെ ഇന്റേണൽ ചോയ്സ് കുറവായിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സോഷ്യൽ സയൻസിൽ. അധികം ചേഞ്ചസ് വന്നിട്ടില്ല. മെയിൻ ചേഞ്ചായിട്ട് കാണുന്നത് ഈ 4 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചെറിയൊരു കുറവും കാണുന്നുണ്ട്. പിന്നെ ഇന്റേണൽ ചോയ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ കുറവായിട്ടാണത് കാണുന്നത്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരും ശ്രദ്ധിച്ച് കാണും, CBSE is planning to reduce, according to some news reports, CBSE is planning to reduce the syllabus further. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 30% ഇപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ചില ന്യൂസ് റിപ്പോർട്ട് പ്രകാരം CBSE അത് 50% ഇനിയും കുറച്ചേക്കാന്നൊരു ന്യൂസ് റിപ്പോർട്ട് കാണുന്നുണ്ട്. കൺഫർമേഷൻ ആയിട്ടില്ല. കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഐ വിൽ അപ്ഡേറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ചാനലിലെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്.